അതുപോലെ തന്നെ നാളത്തെ നമ്മുടെ മലയാളത്തിൻ്റെ ലൈവ് 11 മണിക്കുണ്ട്. അപ്പോൾ ആ 11 മണിക്കുള്ള ലൈവിൽ എല്ലാ വിദ്യാർത്ഥികളും ജോയിൻ ആവുക. നമ്മൾ എല്ലാ ചാപ്റ്റർ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള പാഠഭാഗങ്ങളായിരിക്കും നാളത്തെ ലൈവിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും തന്നെ MCQ ടൈപ്പ് ചേരുമ്പടി ചേർക്കുക, അർത്ഥങ്ങൾ ചോദിക്കും, പിരിച്ചെഴുതാനായിട്ട് ചോദിക്കും, ഇല്ലേ, ചേർത്തെഴുതാൻ ചോദിക്കും. അതേപോലെ തന്നെ പ്രഭാഷണം തയ്യാറാക്കാനും ഉപന്യാസം തയ്യാറാക്കാനും സമർത്ഥിക്കുക, വിവരണം തയ്യാറാക്കുക, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും, അല്ലെ പിന്നെ കഥാപാത്ര നിരൂപണം, അല്ലേ, അല്ലെങ്കിൽ സവിശേഷത, ഓരോ കഥാപാത്രം തന്നിട്ട് അതിൻ്റെ സവിശേഷത എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ 2025 ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതാൻ പോകുന്ന +2 വിദ്യാർത്ഥികൾ, നമുക്കറിയാം ആദ്യത്തെ പരീക്ഷ നമ്മുടെ മലയാളമാണ്. നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ പരീക്ഷ മലയാളമാണ്. അപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ ഓൾറെഡി നമ്മൾ 2025 ഏപ്രിൽ മാസത്തിൽ നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ 1 തൊട്ട് 20 വരെയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് പറഞ്ഞിരുന്നത്, അല്ലേ. ഇനി നമുക്കതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോ ചോദ്യപേപ്പർ, നമുക്കറിയാം കഴിഞ്ഞ 2025 ഏപ്രിൽ മാസത്തിലെ ചോദ്യപേപ്പറാണ് നമ്മൾ വിശകലനം ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ നമ്മൾ ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പ്രയോജനകരമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിടുന്ന ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്കിലൂടെയും അതുപോലെ തന്നെ കമൻറ്റിലൂടെയും ഒക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമാവത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. അതുപോലെ തന്നെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2026 ഒക്ടോബർ മാസത്തിലായിരിക്കും ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ അറിവിലൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ SSLC +2 സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓപ്പൺ സ്കൂൾ വഴി നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് SSLC +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബാലൻസ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 1 തൊട്ട് 20 വരെയുള്ള MCQ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിരുന്നു നോക്കിയത്, അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് 21ാമത്തെ ചോദ്യം തൊട്ടാണ് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ ഇവിടെ. ഓക്കെ, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും 5 എണ്ണത്തിന് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയാണ്, വെറുതെ നമ്മൾ സെൻറ്റൻസ് ഒന്നും എഴുതി വയ്ക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ മാത്രം സെലക്ട് ചെയ്താൽ മതി, അല്ലേ. അപ്പോൾ 5 ചോദ്യം നോക്കുക, അതിനകത്തുനിന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഒറ്റ വാക്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൽ മതി, ഉത്തരം എഴുതിയാൽ മതി. അവിടെ സെൻറ്റൻസ് ആയിട്ടൊന്നുള്ള രീതിയിലൊന്നും എഴുതാനായിട്ട് നിൽക്കേണ്ട. ഓക്കെ, അപ്പോൾ നോക്കിയേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. അപ്പോൾ ഇതിനെല്ലാം എന്താണ്, ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ 21ാമത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഇതിപ്പോൾ നോക്കിക്കുക, നമുക്കറിയാം 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ഈ 5 ചോദ്യം എന്താണ്, ആദ്യമേ ഒന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് വേണം ഓരോന്നും എടുത്ത് നോക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദൈവദ്രോഹ കുറ്റം ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ട ഗ്രീക്ക് തത്വജ്ഞാനിയുടെ പേരെന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. നമ്മൾ പുസ്തകം വായിച്ചെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ചോദ്യത്തിന് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലേ. അപ്പോൾ ദൈവദ്രോഹ കുറ്റം ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ട ഗ്രീക്ക് തത്വജ്ഞാനി ആരായിരുന്നു, സോക്രട്ടീസ് ആണ്, അല്ലേ, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ സോക്രട്ടീസ് എന്ന് എഴുതി കൊടുക്കുക. ഇനി നഷ്ടബോധത്തിൻ്റെ 2ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. 22ാമത്തെ ചോദ്യം. നഷ്ടബോധത്തിൻ്റെ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ലേഖനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നഷ്ടബോധത്തിൻ്റെ സങ്കീർത്തനം ഏതാണ്, നഷ്ടബോധത്തിൻ്റെ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കാവുന്ന ലേഖനം കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും, അല്ലേ, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് അല്ലെങ്കിൽ ലേഖനമാണ് ഏതെന്ന് പറയുന്നത്, കണ്ണാന്തളി പൂക്കളുടെ കാലം എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ നഷ്ടബോധത്തിൻ്റെ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കുന്ന ലേഖനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു സംശയമില്ലാതെ എഴുതാൻ പറ്റും, കണ്ണാന്തളി പൂക്കളുടെ കാലം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. ദൈവദ്രോഹ കുറ്റം ആരോപിച്ച് ശിക്ഷിക്കപ്പെട്ട ഗ്രീക്ക് തത്വജ്ഞാനി ആരാണ്, സോക്രട്ടീസ്, അല്ലേ. നഷ്ടബോധത്തിൻ്റെ സങ്കീർത്തനം എന്ന് വിശേഷിപ്പിക്കുന്ന ലേഖനം കണ്ണാന്തളി പൂക്കളുടെ കാലം, അല്ലേ. ഇനി അടുത്ത് നോക്കി 23ാമത്തെ ചോദ്യം. ഓരോ അണുവും സുഖകരമായിട്ടുള്ള വെളിച്ചത്തോടെ പ്രകാശിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. ആരെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓരോ അണുവും സുഖകരമായ വെളിച്ചത്തോടെ പ്രകാശിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. ആരെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, നമുക്കറിയാം കുഞ്ഞുപാത്തുമ്മയാണ്, അല്ലേ. കുഞ്ഞുപാത്തുമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ 23ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കുഞ്ഞുപാത്തുമ്മ. ഇനി 24 നോക്കിയേ. ഗാന്ധിജി സ്വയം മുടി മുറിക്കാൻ തീരുമാനിച്ചു
തീരുമാനിച്ചത് ഏത് രാജ്യത്ത് വെച്ചാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഗാന്ധിജി സ്വയം മുടി മുറിക്കാൻ തീരുമാനിച്ചത് ഏത് രാജ്യത്ത് വെച്ചാണ്? എവിടെ വെച്ചിട്ടാണ്? നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയിൽ വെച്ചിട്ടാണ് ഗാന്ധിജി സ്വയം മുടി മുറിക്കാനായിട്ട് തീരുമാനിച്ചത് അല്ലേ. അപ്പോൾ അവിടെ ആൻസർ എന്താ വരേണ്ടത്? ദക്ഷിണാഫ്രിക്ക അല്ലേ. ഇനി അടുത്ത 25ാമത്തെ, കഥയ്ക്ക് ജീവൻ നൽകുന്ന ഘടകം ഏതെന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്? കഥയ്ക്ക് ജീവൻ നൽകുന്ന ഘടകം ഏതാണ്? നമുക്കറിയാം കഥാപാത്രങ്ങളാണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കഥയ്ക്ക് ജീവൻ നൽകുന്ന ഘടകം എന്ന് പറയുന്നത് എന്താണ്? കഥാപാത്രങ്ങളാണ്. അപ്പം കഥാപാത്രങ്ങൾ എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ 5 എണ്ണമായല്ലോ. ഇത് ഓരോന്നിനും എത്രയാണ്? ഓരോ മാർക്ക് വീതമാണ് ലഭ്യമാവുന്നത് കേട്ടോ. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാനാണ്. അവിടെയും എന്താണ്? ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ആൻസേഴ്സ് എഴുതി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ അവിടെ ഓരോ മാർക്ക് വീതം ലഭിക്കുന്നത് കേട്ടോ. 5 എണ്ണം ഉണ്ട്. 5 എണ്ണത്തിന് ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. 26ാമത്തെ ചോദ്യം, കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സാങ്കല്പിക രചനയാണ് ഡാഷ്. ഏതാണ്? കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സാങ്കല്പിക രചനയാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള പാഠഭാഗം ഏതാ? കുഞ്ചൻ നമ്പ്യാരുടെ ഏതാ? കാലനില്ലാത്ത കാലം അല്ലേ. അപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സാങ്കല്പിക രചന എന്ന് പറയുന്നത് ഏതാണ്? കാലനില്ലാത്ത കാലം അല്ലേ. ഇനി അടുത്ത 27, മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ. എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ എന്ന് പറയുന്നത്? ഇന്ദുലേഖ അല്ലേ. ഇന്ദുലേഖയാണ്. താമരക്കൈ വീശി തടാകം ഡാഷ് കിളിയെ മാടി വിളിക്കുന്നു. എന്താണ്? താമരക്കൈ വീശി തടാകം പ്രേമത്തോടെ അല്ലേ. പ്രേമത്തോടെ കിളിയെ മാടി വിളിക്കുന്നു. അങ്ങനെയാണല്ലോ വരുന്നത്. ഇനി 29, ഇതെൻ്റെ ഡാഷ് ഡോക്ടർ ഫിയാൻസിയാണ്. അവിടെ എന്താ പറയേണ്ടത്? ഇതെൻ്റെ സിസ്റ്റർ അല്ല അല്ലേ. ഡോക്ടറിനോട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ആ ഒരു സംഭാഷണത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ഇതെൻ്റെ സിസ്റ്റർ അല്ല ഡോക്ടർ, ഇതെൻ്റെ ഫിയാൻസി ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താ പറയേണ്ടത്? ഇതെൻ്റെ സിസ്റ്റർ അല്ലേ. സിസ്റ്റർ അല്ല ഡോക്ടർ എന്നുള്ളതാണ് അവിടെ ആൻസറായിട്ട്. സിസ്റ്റർ അല്ല എന്നുള്ളതാണ് അവിടെ ആൻസറായിട്ട് വരേണ്ടത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് എന്താണ്? ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. ഇനി അവിടെ അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് ഡാഷ് തുല്യം മനോഹാരിതയുള്ളവനാണ് മരിച്ചു കിടക്കുന്ന അഭിമന്യു. അവിടെ എന്താ വരേണ്ടത്? 30ാമത്തെ ചോദ്യം, മരതകക്കല്ല് അല്ലേ. അപ്പോൾ അവിടെ മരതകക്കല്ല് തുല്യ മനോഹാരിതയുള്ളവനാണ് മരിച്ചു കിടക്കുന്ന അഭിമന്യു എന്നുള്ളതാണ് അവിടെ ആൻസറായിട്ട് വരേണ്ടത്. അപ്പോൾ അത് കിട്ടിയല്ലോ. ഇനി അടുത്തത് ഓക്കെ, അടുത്ത 6ാമത്തെ സെക്ഷനിലേക്ക് കിടക്കുവാണ് കേട്ടോ. അല്ല 4ാമത്തെ സെക്ഷൻ അല്ലേ. 4ാമത്തത് 5 എണ്ണം തെറ്റോ ശരിയോ എന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അതിന് ഓരോ മാർക്ക് വീതമാണ് ലഭിക്കുന്നത്. നോക്കിയേ, കിണർ വെള്ളം കിട്ടിയപ്പോൾ ഉതുപ്പാനെ എല്ലാവരും മറന്നു. അപ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലേ. എന്താണ്? കിണർ വെള്ളം കിട്ടിയപ്പോഴാണോ ഉതുപ്പാനെ എല്ലാവരും മറന്നുപോയത്? അല്ല അല്ലേ. പൈപ്പ് വെള്ളം കിട്ടിയപ്പോഴാണ് ഉതുപ്പാനെ എല്ലാവരും മറന്നുപോയത്. അപ്പോൾ അത് നമുക്കറിയാം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് തീവണ്ടി ആപ്പീസിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന കുതിര വണ്ടിക്കാർ വണ്ടി വേണോ എന്ന് വെള്ളായി അപ്പനോട് ചോദിച്ചു. അങ്ങനെയാണോ? തീവണ്ടി ആപ്പീസിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന കുതിര വണ്ടിക്കാർ വണ്ടി വേണോ എന്ന് നമ്മുടെ വെള്ളായിപ്പനോട് ചോദിച്ചെന്ന്. ശരിയാണോ? അതും തെറ്റാണല്ലേ. അതായത് തീവണ്ടി ആപ്പീസിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന കുതിരവണ്ടിക്കാരൊന്നും നമ്മുടെ വെള്ളായിപ്പനോട് വണ്ടി വേണമെന്നൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അത് തെറ്റാണ്. ഇനി അടുത്തത്, നാടകമായിരുന്നു സെബാസ്റ്റിൻ്റെ ഏക ദൗർബല്യം എന്ന് പറയുന്നത്. ശരിയാണോ? ശരിയാണ് അല്ലേ. നമുക്കറിയാം കർണൻ സെബാസ്റ്റ്യൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ അത് നാടകമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏക ദൗർബല്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇനി നിർജീവമാം ദേഹം അടക്കിയ പെട്ടി കടന്നുപോയത് കവി വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്നാണ്. നിർജീവമാം ദേഹം അടക്കിയ പെട്ടി കടന്നുപോയത് എപ്പോഴാണ്? കവി വീട്ടിൽ നിൽക്കുമ്പോഴായിരുന്നെന്ന്. ശരിയാണോ? ശരിയാണ് അല്ലേ. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അത്. അപ്പം ശരിയാണ്. ഇനി അടുത്തത്, സൂര്യൻ്റെ വല്ലായ്മ കണ്ട് അന്ത്യത്തിരിയിലെ പെൺകുട്ടിയുടെ മനസ്സലിഞ്ഞു പോയി എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണോ എന്നാണ്. ഓക്കെ. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലേ. സൂര്യൻ്റെ വല്ലായ്മ കണ്ട് അന്ത്യത്തിരിയിലെ പെൺകുട്ടിയുടെ മനസ്സ് അലിഞ്ഞു പോയി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും കേട്ടോ. അതായത് ഒരു പ്രസ്താവന തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ആ ഒരു പ്രസ്താവന വായിച്ച് നോക്കിയിട്ട് വേണം ആൻസർ എഴുതി കൊടുക്കാനായിട്ട്. ഇനി അടുത്ത് നമുക്കവിടെ പറഞ്ഞിരിക്കുന്നത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചേരുംപടി ചേർക്കുക. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പം നമുക്കവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? 2 ഭാഗവും എഴുതണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ എങ്ങനെ അതിൻ്റെ ആൻസർ എഴുതി കൊടുക്കേണ്ടത്? 36 അല്ലേ. ഉള്ളൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണോ അതാണ് ഇവിടെ നേരെ എഴുതി കൊടുക്കേണ്ടത്. MD 37 MD വാസുദേവൻ നായർ. ശരിയായിട്ടുള്ള ഉത്തരം ഏതാണോ അതാണ് ഹൈഫൻ ഇട്ടിട്ട് എഴുതി കൊടുക്കേണ്ടത്. 38 MB
പോൾ, അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരമാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. TB വേണുഗോപാല പണിക്കർ, ഇതേ ഇങ്ങനെ തന്നെ എഴുതി കൊടുക്കണം. അതല്ലാതെ ചില ആളുകൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ അങ്ങ് വരച്ചങ്ങ് വെക്കും, അപ്പുറം ഇപ്പുറമൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ അങ്ങ് വരച്ച് വെക്കും. അപ്പോൾ ഇങ്ങനെ വരച്ച് വെക്കേണ്ട. നമ്മളിപ്പം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കൈ കിട്ടുന്ന സമയത്ത് നിങ്ങൾ പെൻസിൽ വെച്ചിട്ടൊന്ന് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വരച്ച് വെച്ചോളുക. അത് കഴിഞ്ഞിട്ട് ആൻസർ ഷീറ്റിലോട്ട് എഴുതുമ്പം എന്താ ചെയ്യേണ്ടത്, ഓരോ ചോദ്യത്തിൻ്റെ, അതായത് ഉള്ളൂരിൻ്റെ നേരെ കറക്റ്റ് ആൻസർ ഏതാണോ വരുന്നത് അതേ ഇവിടെ എഴുതി വെക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ 36 ഉള്ളൂർ നോക്കി, കുറച്ച് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഉള്ളൂരുണ്ട്, MD വാസുദേവൻ നായരുണ്ട്, MB പോളുണ്ട്, TB വേണുഗോപാല പണിക്കറുണ്ട്, G ശങ്കരപിള്ള അല്ലേ. ഇനി അവിടെ ഇപ്പുറത്തെ സൈഡ് നോക്കി, മഞ്ഞ്, കലയും കാലവും, കർണഭൂഷണം, സ്നേഹദൂതൻ, വാക്കിൻ്റെ വഴികൾ, ഇതാണ് നമുക്ക് അടുത്ത സെക്ഷനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി അറിയാവുന്നത് ആദ്യമേ നമുക്ക് ചേരുമ്പടി ചേർത്ത് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ആദ്യമേ ഉള്ളൂരിൻ്റെ ഏതാണ് നമുക്കറിയാം, ഉള്ളൂരിൻ്റെ വരുന്നത് കർണഭൂഷണമാണ് അല്ലേ. അപ്പോൾ അങ്ങോട്ട് വരച്ച് വെക്കുക. ഇപ്പം നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഇങ്ങനെ വരച്ച് വെക്കരുത് കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ച് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് വായിച്ച് നോക്കിക്കുക. അവിടെ നമുക്കറിയാം, പിന്നെ മഞ്ഞ് എന്ന് പറയുന്ന കൃതി അല്ലേ, നമുക്കറിയാതെ MD വാസുദേവൻ നായരുടെയാണ് അല്ലേ. അപ്പോൾ മഞ്ഞ് നമുക്കറിയാം. പിന്നെ അടുത്തത് കലയും കാലവും നമ്മൾ പഠിച്ചിട്ടുള്ള, അതുകൊണ്ട് MB പോളിൻ്റെ ആണെന്ന് കലയും കാലവും അറിയാം. പിന്നെ അവിടെ നിൽക്കുന്നത് ഏതാ, വാക്കിൻ്റെ വഴികളും പിന്നെ സ്നേഹദൂതനുമാണ് അല്ലേ. അപ്പോൾ G ശങ്കരപിള്ളയുടെ ഏതാ വരുന്നത്, സ്നേഹദൂതനാണ് കേട്ടോ. TB വേണുഗോപാല പണിക്കർ വാക്കിൻ്റെ വഴികൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് ആദ്യമേ നിങ്ങൾ ചേരുമ്പടി ചേർത്ത് വെക്കുക. അതിനുശേഷം അവസാനം ഇങ്ങനെ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങോട്ട് കൺഫ്യൂഷനായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ വേണം ചെയ്യാൻ. അറിയാവുന്നത് ആദ്യമേ ചേർത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ഇത് എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്, 36ാമത്തെ ചോദ്യം എന്താ, ഉള്ളൂർ എന്ന് കൊടുക്കുക. എന്നിട്ട് ഹൈഫൻ ഇട്ടിട്ട് അതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാ, കർണഭൂഷണം. അങ്ങനെ നിങ്ങൾ എഴുതി കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഈ ചേരുമ്പടി ചേർക്കുക എന്നുള്ളത് എഴുതണം. അപ്പോൾ അതാണ് ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, 2 ഭാഗവും എഴുതുക എന്ന്. അപ്പോൾ അങ്ങനെ വേണം അത് എഴുതാനായിട്ട്. അടുത്തത് 5 എണ്ണത്തിന് പകരം പദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ പകരം പദം എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വെക്കുക, എന്താണ്, അർത്ഥങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 41ാമത്തെ ചോദ്യം നോക്കിയേ, ഫാലഫലകം എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഫാലഫലകം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടമാണ് കേട്ടോ. നെറ്റിത്തടത്തിനാണ് എന്തെന്ന് പറയുന്നത്, ഫാലഫലകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നെറ്റിത്തടമാണ് ഫാലഫലകം എന്ന് പറയുന്നത്. ഇനി നീരവം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്, നിശബ്ദം എന്നാണ് കേട്ടോ. നീരവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദം. ഓക്കെ, ഇനി അടുത്തത് നിശീതം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കാണ് അല്ലേ. നിശീതം രാത്രി, അത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ. നിശീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണ്. ഇനി അടുത്ത ഇവിടെ തന്നിരിക്കുന്നത് ഉഡു എന്ന് പറഞ്ഞാൽ എന്താണ്, ഉഡു എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ് കേട്ടോ. ഉഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രം. ഇനി അടുത്തത് അജ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു മുകളിൽ ഇതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അജറ അല്ല, അജ്ര എന്നാണ് കേട്ടോ. അപ്പം അജ്ര എന്ന് പറഞ്ഞാൽ എന്താണ്, മൈതാനം അല്ലെങ്കിൽ വയൽ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. മൈതാനം അല്ലെങ്കിൽ വയൽ എന്നാണ് അർത്ഥം. നിങ്ങളിവിടെ മൈതാനം എന്ന് കൊടുത്താൽ മതി. മൈതാനമാണ് ഏത്, അജ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വരുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇപ്പം തന്നെ അതും പഠിച്ചു പോവുക. ഫാലഫലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിത്തടമാണ്. നീരവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശബ്ദമാണ്. നിശീതം എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. അതുപോലെ തന്നെ ഉഡു എന്ന് പറഞ്ഞാൽ നക്ഷത്രമാണ്. അജ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈതാനം അല്ലെങ്കിൽ വയൽ എന്നൊക്കെയാണ് അർത്ഥം വരുന്നത് കേട്ടോ. ഇനി അടുത്തവിടെ പറഞ്ഞിരിക്കുന്നത് ചേർത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചേർത്തെഴുതാൻ നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പോൾ അർത്ഥങ്ങൾ വരും, ചേർത്തെഴുതാൻ വരും. ഇതൊക്കെ നമുക്ക് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. നോക്കിക്കേ, 46 പാറി പ്ലസ് പറക്കുക എങ്ങനെ വരും, നമുക്കത് എങ്ങനെ കൂട്ടി എഴുതുമ്പോൾ ചേർത്തെഴുതാൻ. പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ എന്താ, ഇതേപോലെ പ്ലസ് ഇട്ടിട്ട് എഴുതാനാണ് പിരിച്ചെഴുതുക എന്ന് പറയുന്നത്. ചേർത്തെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒന്നിച്ചൊരൊറ്റ വാക്കായിട്ട് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ പാറി പ്ലസ് പറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും, പാറി പറക്കുക അല്ലേ. അപ്പോൾ അതെങ്ങനെ വരിക, പാറി പറക്കുക എന്നുള്ളത് ഇപ്പ എഴുതണം അല്ലേ. എന്നിട്ട് ഇക്ക എഴുതിയിട്ട് കുക അല്ലേ. അപ്പം പാറി പറക്കുക എന്ന് വരും. ഇനി അടുത്തത് നിത്യ പ്ലസ് ആനന്ദം എങ്ങനെ വരും, നിത്യ പ്ലസ് ആനന്ദമാണ് നിത്യാനന്ദം അല്ലേ. നിത്യാനന്ദം എന്നാണ് നിത്യ പ്ലസ് ആനന്ദം വരുന്നത്. അപ്പോൾ എങ്ങനെ കൊടുക്കാം നമുക്ക്, ഇന്തം അല്ലേ, ഇങ്ങനെ വരും അല്ലേ, നിത്യാനന്ദം. ഇനി അടുത്തത് പുര പ്ലസ് ഇടം. ഇത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. പുര പ്ലസ് ഇടം എങ്ങനെ വരും, പുര ഇടം അല്ലേ. അപ്പോൾ അതെങ്ങനെ എഴുതുന്നത്, പുര
ഇടം അല്ലേ, പുരയിടം ഇങ്ങനെ വരും. ഇനി അടുത്തത് ലോക പ്ലസ് ഉപകാരി അല്ലേ, ലോക പ്ലസ് ഉപകാരി എന്ന് വരുമ്പോൾ അതെങ്ങനെ വരും, ലോകോപകാരി അല്ലേ. അതെങ്ങനെ എഴുതുന്ന അന്നേരം, ലോകോപകാരി എന്ന് വരുമ്പോൾ ലോ കോ അല്ലേ കാരി അല്ലേ, ഇങ്ങനെ ഒന്നിച്ചെഴുതുമ്പോൾ ഇങ്ങനെ വരും, ലോകോപകാരി അല്ലേ, ലോകോപകാരി ഇങ്ങനെ വരും. ഇനി പശ്ചാത് പ്ലസ് താപം എന്നാണ് അല്ലേ, അപ്പോൾ അതെങ്ങനെ വരും, പശ്ചാത്താപം എന്ന് വരും അല്ലേ. അതെങ്ങനെ എഴുതും, പശ്ചാത്താപം അല്ലേ, ഇങ്ങനെ വരുന്നത് പശ്ചാത്താപത്തിന് അല്ലേ. ഇത് പായാണേ. ഓക്കെ, അപ്പോൾ നോക്കിയേ, പശ്ചാത്താപം, പശ്ചാത് പ്ലസ് താപം എങ്ങനെ വരും, പശ്ചാത്താപം എന്ന് വരും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചേർത്ത് എഴുതുന്നത് കേട്ടോ. അപ്പോൾ ചേർത്ത് എഴുതാൻ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, അപ്പോൾ അതുകൊണ്ട് നിങ്ങളതും പഠിച്ചു വയ്ക്കണം. ഇനി നമുക്ക് അതിൻ്റെ എന്താണ് എസ് എ ടൈപ്പ് ചോദ്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. എസ് എ അല്ല, ഷോർട്ട് ആൻസറിലേക്ക്. നോക്കിയേ, 20-25 വാക്കുകളിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ രീതിയിൽ ആൻസർ എഴുതി കൊടുക്കാം. 51, ഗാന്ധിജിയുടെ മുടി മുറിക്കാത്തതിൽ ശുരകൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഗാന്ധിജി ചിന്തിച്ചത് എന്തുകൊണ്ടാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം, അതായത് കറുത്തവരുടെ മുടി വെട്ടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വെള്ളക്കാർ അയാളുടെ കടയിൽ കയറില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ മുടി മുറിക്കാത്ത ശൂരകൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് ഗാന്ധിജി ചിന്തിച്ചത്. അത് നമുക്കറിയാവുന്നതാണല്ലോ. അപ്പോൾ അത് നിങ്ങൾ എഴുതുമ്പം ആ ഒരു ആൻസർ എഴുതിയതിന് ശേഷം അതുകൊണ്ടാണ് ഗാന്ധിജിയുടെ മുടി മുറിക്കാത്തതിൽ ശൂരൻ്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് അദ്ദേഹം ചിന്തിച്ചത്, അങ്ങനെ ആൻസർ എഴുതി കൊടുക്കുക കേട്ടോ. ഇനി മനോജിന് ഡോക്ടറായ അമ്മ തന്നെ മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണെന്ന്. മനോജിന് ഡോക്ടറായ അമ്മ തന്നെ മയക്കുമരുന്ന് എത്തിച്ചു കൊടുത്തത് എന്തുകൊണ്ടാണ് മനോജിന് മയക്കുമരുന്ന് അമ്മ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അമ്മ പറയുന്ന കാര്യങ്ങളൊന്നും എന്താണ്, മനോജ് കേൾക്കത്തില്ല അല്ലേ. അപ്പോൾ അമ്മ പറയുന്നുണ്ടല്ലോ, അവനിവിടെ കിടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇതൊക്കെ ഞാൻ സാധിച്ചു കൊടുത്തുകൊണ്ടാണ് അമ്മ ഇവിടെ മനോജ് ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് ഡോക്ടറോട് അല്ലേ. അപ്പോൾ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ എന്താണ്, അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി, അനുസരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് മനോജിന് അമ്മ എന്ത് കൊടുക്കുന്നത്, ഈ മയക്കുമരുന്ന് എത്തിച്ചു കൊടുക്കുന്നത്. അത് അമ്മ തന്നെ ഡോക്ടറോട് പറയുന്ന ഒരു സന്ദർഭമൊക്കെ നമുക്ക് പാഠഭാഗത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത 53, ഇന്ത്യയുടെ വിദേശ നയത്തിലെ ദൗർബല്യം എന്താണെന്നാണ് ലേഖകൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. എന്താണ്, നമ്മുടെ അയൽ നാടുകളോട് ഇണങ്ങിപ്പോവാൻ നമ്മുടെ നയതന്ത്ര നൈപുണ്യം മൂലം ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലേഖകൻ്റെ അഭിപ്രായം അല്ലേ. ഇന്ത്യയുടെ വിദേശ നയത്തിലെ ദൗർബല്യം എന്താണെന്ന് പാഠഭാഗത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇങ്ങനെ തന്നെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. അത് മനസ്സിലായല്ലോ. ഇനി നോക്കി, കൊച്ചു പക്ഷേ ഞാനോ കിളി ഇങ്ങനെ പറയാൻ കാരണം എന്തായിരിക്കും. നമുക്കറിയാം, വിട്ടയക്കും എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ് അല്ലേ. നിങ്ങൾക്കറിയാലോ, പക്ഷിയുടെ ആ ഒരു വിനയം കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അടുത്ത 55, റബ്ബെ കെട്ടിയോളാണ് എന്ന് കുഞ്ഞുപാത്തിമ അന്തം വിട്ട് പറഞ്ഞു പോകാനായിട്ട് കാരണം എന്താകും അല്ലേ. നമുക്കറിയാം, കുഞ്ഞുപാത്തിമ ആ ഒരു പക്ഷികൾ അല്ലേ വഴക്കുണ്ടാക്കി താഴെ വീഴുന്നതും അല്ലെ തോട്ടിൽ വീഴുന്നതും അതിനെ രക്ഷിക്കാൻ പോകുന്ന കാര്യം. അപ്പോൾ ആ ഒരു സമയത്താണ് ആര് പറയുന്നത്, കുഞ്ഞുപാത്തിമ അതുങ്ങളെ രക്ഷിക്കുന്നതും അല്ലേ. ആ പക്ഷികളെ എടുത്ത സമയത്ത് പറയുന്നതാണ് റബ്ബെ കെട്ടിയോളാണെന്നൊക്കെ കുഞ്ഞുപാത്തിമ. അപ്പോൾ അതൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കാലനില്ലാത്ത കാലത്ത് മാംസഭോജികൾക്ക് സംഭവിച്ച ദുരവസ്ഥ എന്തായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം അവരെന്താണ് കടിച്ചു കീറുന്ന അല്ലെങ്കിൽ അവരുടെ ശരീരം തന്നെ കഴിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് കാലനില്ലാത്ത കാലത്ത് മാംസഭോജികളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ദേവേന്ദ്രൻ എന്തുകൊണ്ടാണ് കർണൻ്റെ കവചകുണ്ടങ്ങൾ ദാനമായിട്ട് ചോദിച്ചു വാങ്ങിയത്. അപ്പോൾ ഇത് ഏതാണ്, നമ്മുടെ ഏത് പാഠഭാഗത്തു നിന്നുള്ളതാണ്, ഗാന്ധാര വിലാപം അല്ലേ. അപ്പോൾ ആ ഒരു പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണിത്. അപ്പം ഈ ഒരു രീതിയിൽ വേണം. അപ്പോൾ നമ്മൾ എഴുതുന്ന ആൻസേഴ്സ് എഴുതി കഴിയുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ ആ ചോദ്യം കൂടെ ഉൾപ്പെടുത്തി വേണം അതിൻ്റെ ആൻസറായിട്ട് എഴുതാനായിട്ട് കേട്ടോ. അടുത്ത് വന്നിരിക്കുന്നത്, എന്തുകൊണ്ടാവാം ഉതുപ്പാൻ്റെ കിണർ നികത്തണമെന്ന് അധികാരികൾ പരസ്യപ്പെടുത്തിയത്. നികത്തണം എന്നാണ് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാലോ, ആ പാഠഭാഗം വായിച്ചിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ ആൻസേഴ്സ് അറിയാം അല്ലേ. ഇനി അതുപോലെ പൈപ്പ് കണക്ഷനൊക്കെ വരുമ്പോഴാണ് അല്ലേ അങ്ങനെയുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി ഗാഢമായിട്ടുള്ള പിതൃപുത്ര ബന്ധത്തിൻ്റെ ഊഷ്മളത തെളിയിക്കുന്ന ഒരു സന്ദർഭം കടൽ തീരത്ത് അല്ലേ എന്ന കഥയിൽ നിന്ന് എഴുതാം. ഏതാണ്, അപ്പ അല്ലേ മകനെ എന്നൊക്കെ വിളിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് അവിടെ ആ ഒരു പുത്രബന്ധത്തിൻ്റെ ആ ഒരു ഇത് കാണിക്കും, ഊഷ്മളത തെളിയിക്കുന്ന ഭാഗം കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ LBയിലാണെങ്കിൽ നമ്മളത് എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ്, കുട്ടികളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ വരും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. പുരാണ കഥകളിൽ പൊതുവെ കാണുന്ന കഥാപാത്രങ്ങളുടെ തരംതിരിവ് എങ്ങനെയാണെന്ന് അതും നമ്മുടെ പുസ്തകത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, നോക്കി വെക്കണം. സെബാസ്റ്റ്യൻ നാടകസമിതി പിരിച്ചുവിടാനുള്ള സാഹചര്യം എന്താണ് അല്ലേ, അത് നമുക്കറിയാലോ. ഇതൊക്കെ പുസ്തകത്തിന് ഡയറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമ്മൾ പറഞ്ഞു പോയ ചോദ്യങ്ങൾ തന്നെയാണ് കേട്ടോ.
ആസന്ന മൃത്യുവാൻ നിശേഷ്ടമാരുതൻ കാറ്റിന് മരണം അടുത്തതായിട്ട് കവി കൽപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഇനി അടുത്ത മാറത്തെ മൂവിഴ നൂലിൽ വലം വിരൽ 4-5 വട്ടം ചലിച്ചു. ഈ വരിയിൽ വെളിപ്പെടുത്തുന്ന ഭാവം. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ LP സ്റ്റുഡൻസിനാണ് ഞാൻ എപ്പോഴും റിപ്പീറ്റഡ് എന്ന് പറയുന്നത് വന്നിട്ടുള്ളതാണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഇനി 64 കൃഷ്ണൻ കോമള തിരുമേനി എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? ഇതും പുസ്തകത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ വന്നേരിയിലെ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് കലയും കാലവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു ചോദ്യമാണ്, ഇത് എപ്പോഴും ചോദിക്കും അല്ലേ, 100% ഉറപ്പുള്ള ചോദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഭാഷയിലെ അലങ്കാരങ്ങളും കടങ്കഥകളും തമ്മിലുള്ള ബന്ധം 2 ഉദാഹരണങ്ങൾ. നമുക്കറിയാം കടങ്കഥയിൽ വ്യാകരണം എന്ന് പറയുന്നത് കടങ്കഥകളെ കുറിച്ച് പലതരത്തിലുള്ള കടങ്കഥയൊക്കെ മറ്റ് സ്ഥലങ്ങളിൽ പറയുന്ന പേരുകൾ ഇതൊക്കെയാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. ഇനി സബർമതി ദൂരെയാണ് എന്ന നാടകത്തിലെ വേണു എന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷതകൾ, അതായത് ഒരു കഥാപാത്ര നിരൂപണമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വേണു എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷത. അപ്പോൾ അവിടെ ആ ഒരു പാഠഭാഗത്ത് വേണുവിനെ കുറിച്ചും അല്ലെങ്കിൽ മാധവനെ കുറിച്ചൊക്കെ കറക്റ്റായിട്ട് നോക്കി വെക്കുക കേട്ടോ. അതായത് നമുക്കൊരു കഥാപാത്ര നിരൂപണം ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി യാഗം അവസാനിപ്പിച്ച് കാലൻ ദൈനംദിന പ്രവൃത്തിയിലേക്ക് മടങ്ങി വന്നാൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ സങ്കല്പിച്ച് നമ്മളോട് തന്നെ ഒരു എസ്സേ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് നിസാർ അഹമ്മദിന് കുഞ്ഞുപാത്തിമയുടെ സ്നേഹം വെളിവാക്കുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണ്? ഇതൊക്കെ അറിയാവുന്നതാണല്ലോ. കൂടറിയുന്നില്ല പക്ഷിതൻ സങ്കടം എന്ന ശീർഷകത്തിൻ്റെ ഔചിത്യം പാഠഭാഗത്തെ ആശയത്തെ കൂടി, അതായത് വിട്ടയക്കെന്ന് പറയുന്ന പാഠഭാഗത്തെ ആശയത്തെ കൂടെ ചേർത്ത് നിർത്തിയിട്ട് അതൊന്ന് വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ലേഖകൻ തൻ്റെ വീടിനെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങളാണ് അയൽപക്കം എന്ന ഉപനിഷത്ത് എന്ന പാഠഭാഗത്ത് വിശദമാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അയൽപക്കം എന്ന ഉപനിഷത്ത് എഴുതിയിരിക്കുന്ന ആരാണെന്നൊക്കെ നോക്കി വെക്കണം. എന്നിട്ട് ആ ഒരു ആളുടെ പേരും കൂടി എഴുതി വേണം അതിൻ്റെ തുടക്കം എഴുതി കൊടുക്കാനായിട്ട്. ലേഖകൻ്റെ പേരും കൂടി ഉൾക്കൊള്ളിച്ച് വേണം അതിന് ആൻസർ എഴുതി കൊടുക്കാനായിട്ട്. അവരൊക്കെ എന്തിനാ വിഷമിക്കണേ? അവരൊക്കെയല്ലേ എന്നെ ഇങ്ങനെയാക്കിയത്, മനോജിനെ ഇങ്ങനെയാക്കിയതിൽ മാതാപിതാക്കൾക്കുള്ള പങ്കെന്ത്? അപ്പം ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന പാഠത്തിലെ അല്ലെ പുകമറയ്ക്കപ്പുറം എന്ന് പറയുന്നത് ആരാണ് എഴുതിയിരിക്കുന്നത് അതൊക്കെ പറയണം കേട്ടോ. അപ്പോൾ പുകമറയ്ക്കപ്പുറം എന്ന് പറയുന്ന കഥയിലെ മനോജ് പറയുന്ന ഒരു മനോജിൻ്റെ ഒരു സന്ദർഭമാണ് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം തുടക്കം കൊടുക്കാൻ. അപ്പോൾ ഏത് പാഠഭാഗത്തിലെ കഥാപാത്രമാണ് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം ഇതിൻ്റെയൊക്കെ ആൻസർ എഴുതുമ്പോൾ തുടക്കം നമ്മൾ അങ്ങനെ കൊടുക്കാവുള്ളൂ കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ പറയുമ്പോൾ മനോജ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നേക്കുക, പക്ഷേ അത് ഏത് ചാപ്റ്ററിലാണെന്നുള്ളത് നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ നിങ്ങളത് ആ ഒരു ഇന്നയാൾ എഴുതിയിരിക്കുന്ന ഇന്ന പാഠഭാഗത്തിലെ കഥാപാത്രമാണ് ഇന്നയാൾ എന്ന് പറഞ്ഞ് വേണം എല്ലാ ചോദ്യത്തിനും ആൻസർ എഴുതി കൊടുക്കാനായിട്ട്. ഇനി അവിടെ ലളിത ജീവിതത്തിൻ്റെ സ്വാശ്രയ ജീവിതത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ലഘു പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒരു അതായത് ഒരു എസ്സേ പോലെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബഷീറിൻ്റെ മൂല്യബോധവും ലോകവീക്ഷണം പ്രകടമാക്കുന്ന കൃതിയാണ് എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന പാഠഭാഗം. അപ്പോൾ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കാര്യം എഴുതാവുന്നതാണ്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ നല്ലത് 74-ൻ്റെ A ആണ് എളുപ്പമുള്ളത്. അത് എളുപ്പം ഏതാണോ നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ ആൻസർ എഴുതണം. അടുത്ത ഉപഭോക്തൃ സംസ്കാരം ആനുകാലിക ജീവിതത്തെ ചെലുത്തുന്ന സ്വാധീനം എന്ന വിഷയത്തിൽ ഒരു ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഉപന്യാസമൊക്കെ എഴുതുമ്പോൾ നമുക്കറിയാം ഹെഡിങ് കൊടുക്കണം അല്ലേ, എന്നിട്ട് പാരഗ്രാഫ് തിരിച്ചു വേണം നമ്മൾ എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ അവിടെ എന്താണ് ഉതുപ്പാൻ്റെ കിണർ എന്ന ആ കഥയിലെ ആശയതലം. അപ്പോൾ നിങ്ങൾ അവിടെ എഴുതുമ്പോൾ എന്താണ് ഇന്നയാൾ എഴുതിയിരിക്കുന്ന ഉതുപ്പാൻ്റെ കിണർ എന്ന് പറയുന്ന പാഠഭാഗത്ത് നമുക്കിത് കാണാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞ് എഴുതാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ കർണപർവം എന്ന കഥയിൽ വരച്ചു കാണിച്ചിരിക്കുന്നത് എങ്ങനെ, അത് വിശദമാക്കുക. ഇനി തുള്ളൽ കൃതികളിലെ സാമൂഹിക വിമർശനം, ഫലിതം, പരിഹാസം എന്നിവ കാലനില്ലാത്ത കാലം എന്ന പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി വിവരിക്കുക. ഇനി അതല്ലെങ്കിൽ അന്ത്യത്തിരി എന്ന കവിതയെ ആധാരമാക്കി ഇടശ്ശേരിയുടെ കാവ്യദർശനം വിലയിരുത്തുക. അപ്പോൾ ഇവിടെ നോക്കി എസ്സേ ടൈപ്പ് ചോദ്യങ്ങളിനകത്ത് നമുക്ക് പറയുന്നത് എന്തൊക്കെ ഉപന്യാസം വരുന്നുണ്ട് അല്ലേ, വിലയിരുത്താൻ വരുന്നുണ്ട്, അടിസ്ഥാനമാക്കി ഓരോ പാഠഭാഗത്തിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് അതിനെക്കുറിച്ചുള്ള ഒരു കാര്യം വേറൊരു ചോദ്യമായിരിക്കും തരുന്നത്, എന്നിട്ട് അതിനെ വിവരിക്കാൻ തന്നിട്ടുണ്ട്, സമർത്ഥിക്കുക ഇല്ലേ, ഇങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ എന്താണ് ഈ സമർത്ഥിക്കുക അല്ലെങ്കിൽ വിവരിക്കുക എന്നൊക്കെ പറയുമ്പോഴൊക്കെ നമ്മൾ പഠിക്കുന്ന പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വേണം നമ്മൾ ആൻസേഴ്സ് എഴുതി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മലയാളത്തിൻ്റെ ചോദ്യപേപ്പർ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഇതാണ് മോഡൽ. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ മലയാളത്തിൻ്റെ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ MCQ ടൈപ്പ് ചേരുംപടി ചേർക്കുക, അർത്ഥങ്ങൾ ചോദിക്കും, പിരിച്ചെഴുതാനായിട്ട് ചോദിക്കും ഇല്ലേ, ചേർത്തെഴുതാൻ ചോദിക്കും. അതേപോലെ തന്നെ പ്രഭാഷണം തയ്യാറാക്കാനും ഉപന്യാസം തയ്യാറാക്കാനും സമർത്ഥിക്കുക, വിവരണം തയ്യാറാക്കുക, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങളും അല്ലെ, പിന്നെ കഥാപാത്ര നിരൂപണം അല്ലേ അല്ലെങ്കിൽ സവിശേഷത
ഓരോ കഥാപാത്രം തന്നിട്ട് അതിൻ്റെ സവിശേഷത എഴുതാം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മുടെ മലയാളത്തിൻ്റെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നാളത്തെ നമ്മുടെ മലയാളത്തിൻ്റെ ലൈവ് 11 മണിക്കുണ്ട്. അപ്പോൾ ആ 11 മണിക്കുള്ള ലൈവിൽ എല്ലാ വിദ്യാർത്ഥികളും ജോയിൻ ആവുക. നമ്മൾ എല്ലാ ചാപ്റ്റർ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള പാഠഭാഗങ്ങളായിരിക്കും നാളത്തെ ലൈവിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ആ ഒരു ലൈവിൽ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. ഒന്നും പഠിച്ചു തുടങ്ങാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നാളത്തെ നമ്മൾ ലൈവ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ്സുകളൊക്കെ പ്രയോജനകരമാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് ലൈക്കിലൂടെയും അതുപോലെ തന്നെ കമൻറ്റിലൂടെയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിർത്തുന്നു. താങ്ക് യു.